Hello, good morning. Good morning, Miss. Good morning, Miss. Good morning. റെഡിയായോ എല്ലാവരും? ഒത്തിരി കുട്ടികൾ കുറവാണല്ലോ. ഒത്തിരി കുട്ടികളെ കാണാനില്ലേ? പണ്ട് വേലാന്ന് തോന്നുന്നത് എല്ലാവരും. ഓക്കെ, എനിവേസ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സില് ഏത് ചാപ്റ്റർ ഞാൻ എടുക്കണേന്നൊക്കെ ഓർമ്മയുണ്ടോ? ഓരോ ടീച്ചേഴ്സ് ഒരു വീക്കായി ഇപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പൊ ഓരോ ടീച്ചേഴ്സിനെയൊക്കെ മനസ്സിലായി തുടങ്ങിയോ അവരേത് പോർഷൻ എടുക്കുന്നു അല്ലെ? ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും ചിലപ്പോ ചിലരൊക്കെ 1-2 ചാപ്റ്റർ തീർന്നതാവും, കുഞ്ഞു ചാപ്റ്റർ എടുക്കുന്നവരൊക്കെ. അപ്പോ ഏതൊക്കെ ക്ലാസ്സുകൾ ആരൊക്കെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയോ? നിങ്ങളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിരുന്നു. ഇങ്ങനെ ഓരോ ടീച്ചേഴ്സും അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പോ ചിലപ്പോ ഒന്നാമത്തെ മൊഡ്യൂളിലെ ചില ടീച്ചേഴ്സിന്റെ ചാപ്റ്റർ തീർന്നുണ്ട്. ഒബ്വിയസ്ലി അവര് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടന്നിട്ടുണ്ടാവും. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇപ്പോഴും എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും. ഇതൊക്കെ അങ്ങനെ നടക്കും. 1-2 മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ അത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഡിഫറൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ്. അതിങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഒരു ടേബിള്, ഒരു ടാബുലർ റെപ്രസെന്റേഷൻ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. അതിന്റെ ബാക്കി ഭാഗം നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ, ആകെ 2 ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ഇതൊക്കെ എന്തിനാ പറയുന്നത് അറിയോ? ഇതൊക്കെ ചിലവര് ആദ്യമായിട്ട് ചിലപ്പോ നമ്മളെ കാണുന്നവരുണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കിട്ടും എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ്, ഉറപ്പിൽ തന്നെയാണ് ചിലർ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാനും ഉള്ള ടൈം ഇല്ലാത്തവരും ഉണ്ടായിരിക്കും അല്ലെ? എല്ലാവരും ബിസിയാണ് പല കാര്യങ്ങളിലും. ചിലർക്ക് ജോലിയുള്ളവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, വേറെ ഏതെങ്കിലും കോഴ്സസ് ഒക്കെ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒത്തിരി ജോലികളുള്ളവരുണ്ട് എല്ലാവർക്കും. പക്ഷെ എങ്കിലും ഒരു ഇത്തിരി സമയം നമ്മൾ ക്ലാസ്സുകൾ മിസ്സാകാതെ റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോ ഇത് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഒട്ടും തന്നെ ക്ലാസ് ഒട്ടും കാണാൻ പറ്റാത്തവരും ഇതിനകത്ത് ഉണ്ടാകും. എങ്ങനെയെങ്കിലും ലാസ്റ്റ് ആവുമ്പോ എല്ലാം കൂടി വാരിക്കൂട്ടി പഠിച്ച് എക്സാംസ് ഒക്കെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ആഴ്ചയൊക്കെ നമുക്ക് ചിലപ്പോ ഒക്കെ എന്താ പറയാ സ്റ്റഡി ലീവ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചവരുണ്ട്. അതിനോട് വേണ്ടിയിട്ട് പറയാം, നമ്മളുടെ എന്റെ 3rd ക്ലാസ് മാത്രമാണ്. ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2, IPD ആൻഡ് OPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് പ്രൊവൈഡ് ദ സർവീസസ്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ അവരുടേതായ പല സേവനങ്ങളും ഈ 2 വിഭാഗത്തിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഇൻപേഷ്യന്റ് സർവീസസ്. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ഔട്ട്പേഷ്യന്റ് സർവീസസ് ആണ്. ഇൻപേഷ്യന്റിൽ കൊടുക്കുന്ന സേവനങ്ങൾ, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയ പേഷ്യൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില സേവനങ്ങളിൽ ആണ് നമുക്ക് അവിടെ ആ ഒരു ടേബിളിന്റെ ഒരു എന്താ പറയാ, എന്റെ ലെഫ്റ്റ് സൈഡില്, മീൻസ് യുവർ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന
Inpatient services includes patient rooms, patient wards, intensive care unit, operation theatre, labor rooms and maternity wards. ഇതൊക്കെ കിടന്ന് ചികിത്സിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന അവർക്ക് അവരുടെ എന്താ പറയാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില സേവനങ്ങളാണ്. റൈറ്റ്. ആൻഡ് ദ ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് ഇനി ഔട്ട് പേഷ്യന്റ് സേവന വിഭാഗം വരികയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ത്രോട്ട്, ENT, ജെറിയാട്രിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, ഹെമറ്റോളജി, obstetrics, pediatrics, neurology, oncology and ophthalmology. അല്ലെ? ഇതല്ലേ പറഞ്ഞു തുടങ്ങിയത്? എവിടം വരെ പറഞ്ഞു എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറയാമോ? പറയൂ. എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയ? ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്ത് ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു? വെരി ഗുഡ്. അതെ, ഒബ്സ്റ്റട്രിക്സ് വരെയാണ് നമ്മൾ ജസ്റ്റ്, അതായത് ഇതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഭാഗത്തൊക്കെ. കൂടാതെ ഇതിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഏതാണ് ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, എന്താണത്? ഇപ്പൊ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. In which the people or the patients are brought into the hospital by emergency situations such as heart attacks, poisons and also എന്താ പറയാ ആക്സിഡൻസ്. ഇങ്ങനെയൊക്കെ ഒത്തിരി എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സ്ഥലം. അത്രയും ഓർത്താൽ മതി നിങ്ങൾ കാഷ്വാലിറ്റി എന്നുള്ളതിനെ കുറിച്ച്. കാരണം അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പോഴേ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ബാക്കി ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും പറയണം. അപ്പൊ ഒരു കുറെ റിപ്പീറ്റേഷൻ ആകും. പിന്നെ മാത്രമല്ല അപ്പൊ ഒത്തിരി സമയം എടുക്കും. ഓക്കെ, then cardiology is the department which deals with the problems of human heart. അല്ലെ? മനുഷ്യ ഹൃദയങ്ങൾക്ക് സംബന്ധമായിട്ടുള്ള ഡിസീസസ്, അവരുടെ ഹൃദയ സംബന്ധമായ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരിടം. അതാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഡെർമറ്റോളജി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് സ്കിൻ, ഹെയർ, നെയിൽസ്. അല്ലെ? അത്രയും അറിഞ്ഞിരിക്കുക. അതിന് ഇത് കൂടാതെയും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസസും ഡെർമറ്റോളജി വിഭാഗം ഇന്ന് നൽകുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് മറ്റ് ചികിത്സകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ ക്ലാസ് എടുക്കുമ്പോ? പ്ലീസ് ഒന്ന് പറയോ. ഐ ഫീൽ സോ. ഉണ്ടോ? ഇല്ലല്ലോ, നോ ഇഷ്യൂസ്. ഇടയ്ക്ക് ഞാനിങ്ങനെ സ്റ്റക്ക് ആവുന്ന പോലെ ഇവിടെ കാണുന്നുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തന്നെ സ്റ്റക്ക് ആവുന്നത് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, സോ ഡെർമറ്റോളജി അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ സ്കിൻ പ്രോബ്ലംസ്, ഹെയർ പ്രോബ്ലംസ്, അതുപോലെയുള്ള ഇഷ്യൂസ്. പിന്നെ നെയില്, അതായത് നഖവുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെ അത് ഇൻഫെക്റ്റഡ് ആകുക, ഏതെങ്കിലും തരത്തില് നഖമൊക്കെ എപ്പോഴെപ്പോഴും ഒടിഞ്ഞു പോകുക, അല്ലെങ്കിൽ നഖത്തിന്റെ കളർ ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ട്രീറ്റ്മെന്റും ഇന്ന് ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റനേകം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, ENT എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എപ്പോഴും എല്ലാവരും തന്നെ പോയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഒരു ചെവി വേദന ഒക്കെ വരാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല, ചെറുതിലെ ആണെങ്കിൽ പോലും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികളൊക്കെ ചിലപ്പോ നിർത്താതെ കരയുമ്പോ എന്താണെന്ന് അതുങ്ങൾക്ക് പറയാൻ പറ്റില്ല, അപ്പൊ ചെവി വേദനിച്ചിട്ടാവാം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ? അപ്പൊ ENT നമ്മൾക്കൊരു കോമൺ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലെ? In which the problems of our ear, nose, throat are treated. അല്ലെ? നമ്മുടെ ചെവി, അതുപോലെ മുക്ക് മാത്രമല്ല കേട്ടോ, മുക്കിന്റെ നേസൽ പാസേജ് മൊത്തം അതിനകത്ത് വിടും. നമ്മൾ ശ്വാസം ഇങ്ങനെ എടുത്തിട്ട് അത് ഇൻഹേൽ ചെയ്ത് അത് നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നത് വരെ ഒരു എന്തെങ്കിലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കുഴലെന്തെങ്കിലും വേണ്ടേ? ആ പാസേജിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസ്, ത്രോട്ട് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പോകുക. ജെറിയാട്രിക്സ്, എന്തിനായിരുന്നു ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്? ഓർമ്മയുണ്ടോ പറഞ്ഞത്? നമുക്കിത് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കലൊക്കെ ഇന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ നമ്മളിത് സൗണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റർബൻസ് വരും. പിന്നെ കൂടാതെ നമ്മുടെ സമയം കുറച്ചൊക്കെ പോകും. ഓക്കെ, അതുകൊണ്ടാണ് പറയിപ്പിക്കാതെ. അതെ, അഡൽട്ട് അല്ല, ഓൾഡ് ഏജ്, രണ്ട് വ്യത്യാസമുണ്ട്. അഡൽട്ട് എന്താ പറയാ, അഡൽട്ട്സിനുണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതല്ല. അത് നമ്മൾ എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഓൾഡ് പീപ്പിളിനാണ്. ദാറ്റ് മീൻസ് ഓൾഡ് പീപ്പിൾ സഫർ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഡ്യൂ ടു ദെയർ ഓൾഡ് ഏജ്.
നമുക്കറിയാം പ്രായം ചെല്ലുമ്പോൾ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ചില കോമൺ ഡിസീസസ് എന്താ പറയാ മനുഷ്യന്മാർക്ക് ഉണ്ടാകും അല്ലെ. ഒരു 60 above വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ 60 above വലിയ എനർജറ്റിക് ആയിട്ട് ഓടി നടക്കുന്ന ആളുകളുണ്ട്. ഒരു 70 above ഒക്കെ ആയി കഴിയുമ്പോൾ എന്താ പറയാ പലതരത്തിലുള്ള രോഗങ്ങൾ, തലകറക്കം, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത അസുഖങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഓൾഡ് പീപ്പിളിനെ അവർക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. അപ്പൊ അതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഈ ഓൾഡ് പീപ്പിൾക്ക് ഉണ്ടാകാവുന്ന ഒരുപാട് പ്രോബ്ലംസ്, ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് അങ്ങനെ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തിരിക്കുകയാണ്. സോ അവരെ മാത്രം ചികിത്സിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗാസ്ട്രോഎൻട്രോളജി ഇസ് ദി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് അവർ സ്റ്റൊമക് പ്രോബ്ലംസ്, അബ്ഡോമിനൽ പ്രോബ്ലംസ് ആണ്. നമ്മുടെ എന്താ പറയാ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ വൈറൽ സംബന്ധം ചില ആളുകൾക്ക് അറിയില്ല, ചിലപ്പോൾ ആളുകൾ പറയില്ല, ഡോക്ടേഴ്സ് കൂടുതലും പറയുന്നത് നമുക്ക് പല രോഗങ്ങൾ, ഇപ്പൊ പനി, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ചിലതൊക്കെ കൂടുതലും എഫക്ട് ചെയ്ത് നമ്മുടെ ചില അസുഖങ്ങൾ കൊണ്ടാണ്, ഡൈജഷൻ പ്രോപ്പർ ആവാത്തതുകൊണ്ടാകാം, അങ്ങനെയുള്ള സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അത് വരുമ്പോഴാണ് പല അസുഖങ്ങൾ പോലെ ഇപ്പൊ എന്താ പറയാ വോമിറ്റിങ്, അതുപോലെ തന്നെ പനി, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത് സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് ഒഴിച്ചിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ജനറൽ സർജറി അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് കോമൺ ആയിട്ടുള്ള ചില സർജറീസ്, ഇപ്പൊ എന്താ പറയാ നമ്മുടെ അബ്ഡോമിനൽ വയറിനകത്തുണ്ടാകുന്ന ചില പ്രോബ്ലംസിന് ചിലപ്പോൾ സർജറീസ് ഒക്കെ വേണ്ടി വരും. ഹെർണിയ പോലെയുള്ള അസുഖങ്ങൾ, അവർ കോമൺ ആയിട്ടുള്ള കുറെ സർജറീസ് ആണ്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ഇത് ജന്മന ഉണ്ടാകുന്ന ചില അസുഖങ്ങളും ഒക്കെ അതിനൊക്കെ ഓപ്പറേഷൻസ്, സർജറീസ് വേണമെങ്കിൽ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ജനറൽ സർജറി. ഹെമറ്റോളജി ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് എന്താ ഹെമറ്റോളജി, ബ്ലഡ് അല്ലെ, ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലഡ് സെൽസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതായത് ബ്ലഡിന് തന്നെ ബ്ലഡിന്റെ എന്താ പറയാ ബ്ലഡ് ഫ്ലോ ഇല്ല, ബ്ലഡിൽ പല തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസിനെയും റെഡ് ബ്ലഡ് സെൽസിനെയും പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ, അതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന പല കോമൺ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. ആൻഡ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ ഒബ്സ്റ്റട്രിക്സ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, ദ ട്രീറ്റ്മെന്റ് ഫോർ മദർ ആൻഡ് ചൈൽഡ് അല്ലെ. അതായത് ചൈൽഡ് ബർത്തിന് ശേഷം, കുട്ടി ഉണ്ടായതിനു ശേഷം അമ്മയ്ക്കും കൊച്ചിനും കൊടുക്കുന്ന ചികിത്സാ കാര്യങ്ങളാണ്. അതായത് അമ്മയ്ക്കും കൊച്ചിനും ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കറക്ഷൻസിനും, നമുക്കറിയാം കൊച്ചായി കഴിയുമ്പോൾ അമ്മമാരുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരാം. അപ്പൊ ചില ആളുകൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കൂടുതലും, പണ്ടൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ചികിത്സകളായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ കൊടുക്കുക, അവർക്ക് വേണ്ട എന്താ പറയാ കുഴപ്പിടുക, കഷായം കൊടുക്കുക, അവരെ കുളിപ്പിക്കുക അല്ലെ, ഫുഡ് കൊടുക്കുന്നതിനും ഒക്കെ പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ആണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഹോസ്പിറ്റൽസ് ഓൾസോ പ്രൊവൈഡ് സച്ച് സർവീസസ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് അതിനുള്ള ആൾക്കാർ ഇല്ല. അതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്ഡ് ആവാനുള്ള കാരണം തന്നെ. പണ്ടൊക്കെ എന്താ പറയാ വൈറ്റാറ്റികൾ എന്നൊക്കെ പറയും, അവര് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ്, അച്ഛന്റെയോ അമ്മയുടെയോ അമ്മമാരുണ്ടാവുമല്ലോ, അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരൊക്കെ എന്താ പറയാ അവർക്കൊന്നും അതിനുള്ള ഇപ്പോഴത്തെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് അത്രയും ഏജ്ഡ് ആയിട്ട് തോന്നൂല നമുക്ക്. പിന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ഇത് കുറവൊക്കെ കാരണം ഈ ഹോസ്പിറ്റൽസ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് മദർ ആൻഡ് ചൈൽഡ് കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇസ് കോൾഡ് ഒബ്സ്റ്റട്രിക്സ്. ദെൻ പീഡിയാട്രിക്സ്, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പീഡിയാട്രിക്സ് ആണ്. എന്തായിരിക്കും പീഡിയാട്രിക്സ്? ഇതും നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ് ടു ദ ഏജ് ഓഫ് 15, ഏകദേശം ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളേക്ക് ഈ ഒരു എന്താ പറയാ വിഭാഗത്തിൽ, ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ, ശിശുക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം, അതിനെയാണ് നമ്മൾ പീഡിയാട്രിക്സ് എന്ന് വിളിക്കുക. അപ്പൊ അതിലും മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് കുട്ടികൾക്ക് എന്താ പറയാ പല രീതിയിലുള്ള രോഗങ്ങൾ വരുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ദെൻ ന്യൂറോളജി. എന്താണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്? Yes, the department which provides treatment for our nervous system.
അതെ, നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും, ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡ് സംബന്ധമായിട്ടുള്ള പല ഇഷ്യൂസും ഒക്കെ പല ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾക്ക്, നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. നമ്മൾ അതിന്റെ ഷോർട്ടായിട്ട് ന്യൂറോനെ കാണിക്കുക, ന്യൂറോയിൽ പോകുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട്. സോ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓങ്കോളജി. കേട്ടോ, ഓങ്കോളജി എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ ഓങ്കോളജി? യെസ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. അതെ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോ കേൾക്കാൻ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതിനെയൊക്കെ ബാധിക്കുന്ന ക്യാൻസേഴ്സ് ആയി മാറി ഇപ്പോ. ഓക്കെ, അപ്പൊ ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഓങ്കോളജി എന്ന് പറയുക, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഒഫ്താൽമോളജി ആണ്. ഒഫ്താൽമോളജി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് അവർ ഐ പ്രോബ്ലംസ് അല്ലെ, നമ്മുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് കാഴ്ച, സൈറ്റുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലാതെയുണ്ട് കണ്ണിനെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. അതായത് നമ്മൾ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമല്ല ഒഫ്താൽമോളജിയിൽ ട്രീറ്റ് ചെയ്യുക. ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഇന്ന് എന്താ പറയാ വൈഡായിട്ട് ഉണ്ട് ആളുകൾക്ക്. അപ്പൊ അത് അത്തരം ഇഷ്യൂസ് എല്ലാം തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. സോ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും തരത്തിലുള്ള സേവനങ്ങൾ നൽകപ്പെടുന്ന OP ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയുണ്ട്. ഓക്കെ, നമുക്കിത് കൂടാതെയും കുറച്ചൊക്കെ ഉണ്ട്. നമ്മളുടെ എക്സ്പ്ലനേഷനിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ചിലതിൽ ചിലപ്പോ ഇതിനകത്ത് പറയാത്തത് കൊണ്ടായിരിക്കും അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്ന ഭാഗത്ത്. ഓക്കെ, ഈ OP വിഭാഗത്തെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് നമ്മളിപ്പോ കണ്ടു. കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ, നോസ്, ത്രോട്ട്, ജെറിയാട്രിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, general surgery, hematology, obstetrics, pediatrics, neurology, oncology and ophthalmology. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്കിനി താഴെ പഠിക്കാനുണ്ട്. ഈ ടേബിൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ടാബുലർ പ്രസന്റേഷൻ അവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണെന്നും ഔട്ട്പേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണെന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ടേബിളിൽ എന്തെങ്കിലും ഡൗട്ട്? ഇസ് ഇറ്റ് ക്ലിയർ എല്ലാവർക്കും? യെസ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പറയുന്ന ടേബിളിനകത്ത് കിടക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് താഴെ പഠിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. കാരണം ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പറയാൻ പോകുകയാണ്. ഓക്കെ, സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്കറിയാം. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇൻ വിച്ച് ദ പീപ്പിൾ കം ഫോർ ദർ ട്രീറ്റ്മെന്റ് വിത്ത് വേരിയസ് ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ്. ഒരു രോഗി പലതരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ, അതായത് എന്താ പറയാ മുറിവുകളോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഏറ്റവും അത്യാവശ്യം കിട്ടേണ്ട ഒരു ട്രീറ്റ്മെന്റ് എവിടെ നിന്നാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് മേ ബി ഐദർ ഫ്രം ദ ഇൻപേഷ്യന്റ്, ചിലപ്പോ ഇൻപേഷ്യന്റ് ആകാം, ഓർ ഫ്രം ദ ഔട്ട് പേഷ്യന്റ്, ചിലപ്പോൾ OP ആകാം, പോയിട്ട് ഡോക്ടറെ കണ്ട് തിരിച്ചു പോകാം. അതല്ല, ഡോക്ടർ നമ്മളെ പരിശോധിക്കുമ്പോൾ ഒത്തിരി സീരിയസ് കാര്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ കിടത്തി അല്ലെ ഇൻപേഷ്യന്റ് ആക്കിയിട്ട് വേണം രോഗിക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കാൻ. സോ എനിവേസ് ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റു ഒരുപാട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി അത് വേണം. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ പറഞ്ഞ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി വേണം. പക്ഷെ ചികിത്സ ആ രോഗിക്ക് രോഗത്തിന്റെ ഒരു ശമനം അല്ലെ, രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കും. വേദനയാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാകാം. എല്ലാം വേദനകൾ തന്നെയല്ല, ചിലതൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്തോ ഒരു ഫീലിംഗ് ആണ് അല്ലെ. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു ശമനം അല്ലെ, അതിൽ നിന്ന് അവരെ ക്യൂർ ചെയ്യണം.
അത് ക്യൂർ ചെയ്യണമെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ദർ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് OP വിഭാഗം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് എന്ന്. So here it is given a small explanation of OP department. എന്താണ് OP department? OP എന്ന് പറയുമ്പോൾ നമുക്കറിയാം, OP-യിൽ പോയിട്ട് ചീട്ട് എടുക്കുന്നു അല്ലെ, നമ്മൾ അവിടെ നിന്ന് അത് വാങ്ങിച്ചിട്ട് ചീട്ടൊക്കെ എഴുതി ചീട്ടിന്റെ പൈസയൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ പോകുന്നു ഡോക്ടറെ കാണാനായിട്ട്. ഏതെങ്കിലും ഡോക്ടറുടെ റൂമിന്റെ ഫ്രണ്ടിൽ അവിടെ കസേരയോ എന്താണോ ഇട്ടിരിക്കുന്നത് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിങ്ങനെ OP ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അറിയാം OP ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന്. പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് അറിയാം വാട്ട് ഈസ് OP department. Okay, in this department, that means in this OP department, the people come to the hospital only for the consultation with the doctor for a day. And they are not coming to the hospital for admission. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ഹോസ്പിറ്റലില് ആളുകൾ വരുന്നത് അവര് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവിടെ അഡ്മിഷൻ എടുത്ത് ഇന്ന് ഒന്ന് ഡോക്ടറെ കണ്ടു അവിടെ ഒന്ന് കിടന്ന് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്ന ഉദ്ദേശത്തിലല്ല. ഇപ്പൊ എനിക്കൊരു പനി വരുന്നു, അല്ലെങ്കിൽ ഒരു ചുമയുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ദിവസമായിട്ട് കുറച്ച് ഭയങ്കര തലവേദന ഉണ്ട്, കാലുവേദന ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോകുന്നു, കാണുന്നു, അവിടെ കിടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നില്ല. OP-യിൽ പോയി കഴിഞ്ഞ് ഡോക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ കിടത്തണോ, നമ്മുടെ രോഗത്തിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കിടത്തി ചികിത്സിക്കണം. എത്രയും പെട്ടെന്ന് ആളെ വിടാൻ പറ്റില്ല, ഇത്തിരി സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് അങ്ങനെയൊക്കെ. അതല്ലെങ്കിൽ ചില ടെസ്റ്റുകളൊക്കെ നടത്തി ആൾക്ക് ഇന്ന സുഖമാണ്, അപ്പൊ നമുക്ക് എല്ലാ നേരവും ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്കപ്പ് ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ OP എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആളുകൾ എത്തുന്നത് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ്, അഡ്മിഷന് വേണ്ടിയിട്ടല്ല. And in this department, the people ask or the patient seek the advice of the doctors, and also they have to continue that medicines or whatever it may be for a certain period of time. ഒരു കുറച്ചു നേരത്തേക്ക് നമ്മൾ ഡോക്ടറെ അടുത്ത് കാണുന്നു, ചെല്ലുന്നു, ഡോക്ടറുടേതായ അഡ്വൈസ് ഉപദേശം സ്വീകരിക്കും. ആ ഡോക്ടറുടെ ഉപദേശം പറയുന്നത് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ചിലപ്പോൾ ഉപദേശം എന്താ പറയാ മരുന്നിന്റെ രൂപത്തിലും, ചില അഡ്വൈസസ്, ചില കാര്യങ്ങൾ, ചില സജഷൻസ് ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ ചൂട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ 2 ദിവസം തല കുളിക്കണ്ട, ചിലപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയും, ഇന്ന സാധനം അവോയ്ഡ് ചെയ്യണം, ചോറ് അധികം കഴിക്കേണ്ട, അങ്ങനെ പല പല നിർദ്ദേശങ്ങൾ. എല്ലാവരോടും ചോറ് കഴിക്കേണ്ട എന്ന് പറയൊന്നുമില്ല കേട്ടോ. ഏത് രോഗമാണ് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്, കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് പറയുന്നതാണ്. അവരുടെ മരുന്ന് കുടിക്കുന്നതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി, മരുന്ന് മാത്രം കുറിച്ച് അവർ തരുകയല്ലോ, ഡോക്ടേഴ്സ് ഇല്ല കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. അപ്പൊ നമ്മളതെല്ലാം എന്ത് ചെയ്യും? ശ്രദ്ധയോടെ കേൾക്കുന്നു. ആൻഡ് അതനുസരിച്ച് വി ഹാവ് ടു ഡു വെൻ വി ആർ ഗോയിങ് ഹോം. നമ്മൾ വീട്ടിൽ പോയിട്ട് ആ മരുന്നുകളൊക്കെ ഡോക്ടേഴ്സ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിൽ അതിന് ടൈമൊക്കെ ഉണ്ട്, ഏതൊക്കെ ടൈമിൽ കഴിക്കണം, എത്ര ഇന്റർവെൽസിൽ കഴിക്കണം, ഇടവേളകളിൽ കഴിക്കണം, പെർ ഡേ എത്ര എണ്ണം കഴിക്കണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അവര് എന്താ പറയാ ഫാർമസിയിൽ നിന്ന് അവര് ലേബൽ ചെയ്തിട്ടാണ് നമുക്ക് മെഡിസിൻസ് പാക്ക് ചെയ്ത് തന്നു വിടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. പിന്നെ കൂടാതെ ഡോക്ടേഴ്സ് ചിലപ്പോ പറയും ഫോളോ ദ ഡയറ്റ്, അവോയ്ഡ് റൈസ്, യു ഹാവ് ടു ഈറ്റ് ഓൺലി 2 or 3 ചപ്പാത്തീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വിടും. അല്ലെങ്കിൽ എന്താ പറയാ ഷുഗർ അവോയ്ഡ് ചെയ്യണം, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യും എന്നൊക്കെ ചില ആളുകളോടൊക്കെ പറയും. എന്നിട്ട് ഈ മരുന്ന് മാത്രം കഴിച്ചു എന്താ പറയാ രോഗം മാറിയില്ല, എത്ര മരുന്ന് കഴിച്ചു രോഗമൊന്നും മാറിയില്ല, പക്ഷെ അതിനൊപ്പം ബാക്കി പറഞ്ഞ കാര്യമൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ it will not be very easy to cure our disease. നമ്മുടെ രോഗം ഭേദമാകാനായിട്ട് അത്ര എളുപ്പമൊന്നും സാധിക്കില്ല. സോ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു കുറച്ചു നേരത്തെ അഡ്വൈസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? OP വിഭാഗത്തില് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. ഇഫ് ദ ഡോക്ടർ ആസ്ക്സ് ദ പേഷ്യൻസ് ടു കം ഫോർ എ ഫോളോ അപ്പ്, വി ഹാവ് ടു ഡു ദാറ്റ്. ഇനി അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി കാണ്, മരുന്നൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പൊ 2 ദിവസം കൂടി കഴിഞ്ഞ് വരാൻ പറയുകയാണെങ്കിൽ ആ ഫോളോ അപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും വരണം. അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ടാ വരുന്നേ, അന്ന് തന്നെ കിടക്കാൻ പറയുന്നില്ല. ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് OP ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓൺലി ലാസ്റ്റ് ഫോർ എ ഡേ. ഒരു ദിവസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആ ഒരു പേഷ്യന്റിന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ആ ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിയിൽ നമ്മൾ ആ ഒരൊറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം വരുന്നു. അതിനെയാണ്. അപ്പൊ ഇതെല്ലാം OP ഡിപ്പാർട്ട്മെന്റിന്റെ സവിശേഷതകളാണ്. OP ഡിപ്പാർട്ട്മെന്റ് എന്ന് കേൾക്കുമ്പോ OP-യിൽ പോയി ചീട്ടെടുക്കുന്ന സ്ഥലം,
അത് ഞങ്ങൾക്കറിയാം. അത്രയാണ്. അത് മാത്രം നമ്മൾ വിചാരിക്കരുത്. ഇതൊക്കെയാണ് ആ കാര്യങ്ങള്. ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ അവിടെ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ അഡ്വൈസിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കുറച്ച് നേരത്തേക്ക് മാത്രം ഉപയോഗപ്പെടുത്തുന്നു. അതിനുശേഷം ഡോക്ടർ ഫോളോ അപ്പിന് വരാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നു, അല്ലെ? നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല. ഇതെല്ലാം കാര്യങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റൺ ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓർ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസത്തിൽ ഒപ്പി പ്രവർത്തിക്കുന്നത് രാവിലെ വെളുപ്പാകാലത്ത് 5 മണി തുടങ്ങി രാത്രി 12 മണി വരെ 1 മണി വരെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതിനൊരു സ്പെസിഫിക് ടൈം ഉണ്ട്. ചിലപ്പോൾ 8 to 5 ആയിരിക്കാം, 9 to 6 ആയിരിക്കാം, അങ്ങനെ ഒരു വിഭാഗം. അല്ലെങ്കിൽ ചിലപ്പോ ചില ഹോസ്പിറ്റൽസിൽ എന്താ പറയാ 8 മണി തുടങ്ങി വൈകുന്നേരം ഈ ഉച്ചയ്ക്ക് 2:30 3 മണിക്ക് വരെയൊക്കെ ഉള്ളൂ OP വിഭാഗം. അതിനുശേഷം ഉണ്ടാവില്ല ചില ഹോസ്പിറ്റലിൽ. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഏതെങ്കിലും ഹോസ്പിറ്റൽസ് അവരവരുടെ റൂൾസ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അവരുടെ പോളിസീസ് പ്രകാരമായിരിക്കും അത് ആ ഒരു OP വിഭാഗം റൺ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇറ്റ് വിൽ ബി ക്ലോസ്ഡ്. അത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് കാണണമെങ്കിലോ ഡോക്ടറെ OP വിഭാഗം പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രം മനുഷ്യന്മാർക്ക് രോഗം വരാൻ പാടുള്ളോ? ആണോ? അതല്ല എങ്കിൽ OP ക്ലോസ് ചെയ്താൽ how we will go to the hospital if you are having any emergency? എന്തെങ്കിലും ഒരു എമർജൻസി, ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് വയ്യാണ്ടായി, പെട്ടെന്ന് കൊച്ചുകുട്ടികളൊക്കെ വയ്യാണ്ടായാൽ നമ്മള് നാളെ നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കില്ല. ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി പനി അല്ലെങ്കിൽ കൂടി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പൊ നേരം വെളുക്കട്ടെ, വൈകുന്നേരം ആയില്ലേ, ഈ സമയത്ത് പോണ്ട. അത് തന്നെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി. അന്നേരം ഈ പറയുന്ന പോലെ എന്താ ആക്സിഡന്റോ അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസോ അല്ലെങ്കിൽ പോയിസൺ തട്ടിയിട്ടോ മാത്രം പോകുന്ന സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കാഷ്വാലിറ്റി. അത് ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് ഓൾസോ നൈറ്റ്സ്. അത് എല്ലായ്പ്പോഴും 24 hours ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇൻ കേസ് ഇഫ് യു ആർ ഹാവിംഗ് എനി ഇഷ്യൂസ് ആഫ്റ്റർ ദ OP ടൈം, ഹോസ്പിറ്റൽസിലെ എന്താ പറയാ നമ്മളുടെ OP ടൈമിന് കുറവ്, OP ടൈം കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മൾ പോകുന്നത് കാഷ്വാലിറ്റിയിലാണ്. അവിടെ പോയിട്ട് എന്താ പറയാ ചീട്ടൊന്നും നിരയില്ലാനൊന്നുമില്ല. കാരണം OP ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചീട്ട് എടുക്കില്ല. നമ്മൾ കൊണ്ടുപോകും ചീട്ട്, പക്ഷെ അത് കാണിച്ചിട്ട് അവർ എന്തെങ്കിലും ഒരു പേപ്പറിലൊക്കെ നമുക്ക് എഴുതി തരും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ OP ഡിപ്പാർട്ട്മെന്റ് ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ഡ്യൂറിംഗ് ദ ഡേ ടൈം. Clear? And consultation doctors will be appointed to handle this OPD. ഈ OPD വിഭാഗം പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡ്യൂറേഷനിൽ അവിടുത്തെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ആ OP വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, OP വിഭാഗം പ്രവർത്തന സമയം കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം OP ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ ഡ്യൂട്ടി ഡോക്ടേഴ്സിനെയാണ്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി ഡോക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലാതെ മോർണിംഗ് ടൈമിലൊക്കെ കറക്റ്റ് ആയിട്ട് അവിടുത്തെ കൺസൾട്ടേഷൻ, അവിടെ നമുക്ക് പേര് എഴുതി കാണാം. ഓരോ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ പുറത്ത് ഒരു നെയിം പട്ടി എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അവരുടെ എന്താ പറയാ പേര് അടക്കമുള്ള പേരും അവരുടെ ഏതൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഫിസിഷ്യൻ ആണോ, സ്പെഷ്യലൈസ്ഡ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണോ, കൃത്യമായിട്ട്. അപ്പൊ അവിടെ എഴുതി വെച്ചിരുന്ന പേരിലുള്ള ആളുകൾ ഡോക്ടേഴ്സ് ആയിരിക്കും ആ OP വിഭാഗം ഡ്യൂറിംഗ് ദ ഡേ ടൈം, അതായത് നമ്മളുടെ OP ടൈമിൽ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ തിങ്സ് അബൌട്ട് OP ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതെല്ലാം. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഒറ്റ കാര്യം, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എനി ഡൗട്ട്സ്? എനിബഡി? അത് ഫുള്ളും നമുക്ക് വായിച്ചു പഠിക്കാനുണ്ട്. ബിക്കോസ് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്. മീൻസ് അത് OP വിഭാഗം എന്താണെന്ന്, അത് അഡ്മിഷന് വേണ്ടി വരുന്നതല്ല, കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ്. അതിനകത്ത് വരുന്ന ആളുകളുടെ ആ ഒരു ദിവസത്തെ ആ ഒരു എന്താ പറയാ ബൗണ്ടറീസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ദിവസത്തിൽ കൂടുതലില്ല. ഒറ്റ ദിവസത്തിൽ ആയിരിക്കും നമ്മളവിടെ ഉണ്ടാകുക. ചിലപ്പോൾ കറക്റ്റ് വന്നു, എന്താ പറയാ നമ്മളുടെ ചീട്ടൊക്കെ ശരിയായി, അല്ലെങ്കിൽ വൈകുന്നേരം മരുന്നൊക്കെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ എടുക്കും. പക്ഷെ എന്നാലും ആ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കൂ. ഈ പറഞ്ഞ കാര്യമൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കിയേ. സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ച് ഞാൻ അർത്ഥം പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. ബിക്കോസ് നിങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യേണ്ടത്. ഇത് സെന്റൻസ് വായിച്ച് ഞാൻ അർത്ഥം പറഞ്ഞാൽ എന്താ പഠിക്കാന്നറിയോ? നിങ്ങൾ ആ സെന്റൻസ് വായിച്ച് ടീച്ചർ അർത്ഥം പറഞ്ഞല്ലോ, അപ്പൊ ഇനി നമ്മൾ വായിക്കണ്ട, അങ്ങനെയാവും. ഞാനിപ്പോ അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞത്. സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ച് മീനിങ് പറയുന്നില്ല, അത് നിങ്ങൾ വായിക്കാം. ബിക്കോസ് അണ്ടർലൈൻ ചെയ്ത് അല്ല എന്താ പറയാ ഒരു ഡാഷ് ഇട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ അത് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആ സെന്റൻസിൽ എന്താ പറയാ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് പഠിച്ച് എടുക്കാനായിട്ട് നോക്കണം. ഓക്കെ,
ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പറയാം. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനകത്ത് ഇത് മിക്കതും എല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു മൊത്തം അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പാരഗ്രാഫ് മൊത്തം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ ഒറ്റ പാരഗ്രാഫിൽ നമുക്ക് ചോദിക്കാനുണ്ട് ചോദ്യങ്ങൾ. മനസ്സിലായോ? അതെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡാഷ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ വിച്ച് പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ only for consultation and not for admission. അപ്പൊ തന്നെ ഒരു ചോദ്യം, ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഒരു ചോദ്യം. അപ്പൊ നമ്മൾ അവിടെ എഴുതണം ഡാഷ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റിന് പകരം അവിടെ it is the department എന്നാണ് കൊടുക്കണ്ടേ. ഇനി the patient seeks dash from medication for അത് കണ്ടോ, അത് ഒരു സെന്റൻസ്, അവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. സുരാജ്, can you follow? മനസ്സിലാക്കാൻ പറ്റുന്നില്ല സുരാജിന്? ഒരു കാര്യം ഞാൻ ഒറ്റ സെന്റൻസ് ഒറ്റ പ്രാവശ്യം പറഞ്ഞു നിർത്തുന്നില്ല. റിപ്പീറ്റിംഗ് മെനി ടൈംസ്, 2-3 പ്രാവശ്യം ഞാൻ ആവർത്തിച്ചുകൊണ്ടാണ് പറയുന്നുള്ളൂ. കാരണം ഒറ്റ പാരഗ്രാഫ് എടുത്ത് എത്രയും സമയം നമ്മൾ എടുത്തു. സുരാജിന് മനസ്സിലാകുന്നില്ല? മനസ്സിലായില്ലെങ്കിൽ പറയാ. എന്റെ സ്പീഡ് നോക്കണ്ട, ഞാനൊരു ക്ലാസ്സിൽ മുൻകൂർ ജാമ്യം എടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. പറഞ്ഞോ പറഞ്ഞോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറയൂ, ആരെങ്കിലും പറയും. മനസ്സിലാവുന്നുണ്ട് സുരാജിന്? സോ നോ പ്രോബ്ലം. അതെ, ഇത്തിരി സ്പീഡ് കൂടുതലാവുന്നത് അത് നിങ്ങൾ പറയണ്ട, എനിക്കെന്നെ അറിയാം. ഞാൻ സംസാരിക്കുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്പീഡായി പോകും. അത് ഞാൻ നിങ്ങളോട് ഒരു ജാമ്യം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എടുത്തിരുന്നു. പക്ഷെങ്കിലും നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പറയാ. ഓക്കെ, മനസ്സിലായില്ലെങ്കിലും പറയാ. റിപ്പീറ്റ് ദ സെന്റൻസ്. ഓർ നിങ്ങൾക്ക് ഏതെങ്കിലും സെന്റൻസ് അതിനകത്ത് എന്താ പറയാ മലയാളം തന്നെ പറയണം എന്ന്, ഇത് ഇങ്ങനെ എന്താ പറയാ സെന്റൻസ് വായിച്ച് ടീച്ചർ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അതല്ല എങ്കിൽ നമ്മളതങ്ങനെ പറഞ്ഞു പോകും. നിങ്ങളത് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞതിൽ അതിനകത്ത് എന്തെങ്കിലും സെന്റൻസ് നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. ആ ഒരു പർട്ടിക്കുലർ സെന്റൻസ് മാത്രം ഞാൻ വായിച്ച് അർത്ഥം പറയാം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകും. ഓക്കെ, നിങ്ങളാണ് വായിച്ചു നോക്കണ്ടേ, നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. കാരണം വായിച്ചില്ലെങ്കിലേ നിങ്ങൾ വായിക്കില്ല. അത് ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. ടീച്ചർ പറഞ്ഞ കാര്യമൊക്കെ അതിനകത്തുണ്ടോ നോക്കുക. സ്പീഡ് അതെനിക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഞാൻ കുറയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞു വരുന്ന വീണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലെങ്കിൽ പറയുക. ഓക്കെ, ഈ പറഞ്ഞ സെന്റൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ അവിടെ ഉണ്ടോ? വായിച്ചു നോക്കിയപ്പോ യെസ്. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അടുത്തത് നമ്മൾ ആ ടേബിളിൽ കണ്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് OP ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് OP ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി. ആ ടാബുലർ റെപ്രസെന്റേഷനിൽ നമ്മൾ കണ്ടിരുന്നു കാഷ്വാലിറ്റി ആണ്. സോ കാഷ്വാലിറ്റി ഈസ് ഓൾസോ ടേംഡ് ആസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും പേര് പറയുന്നുണ്ട്. മാത്രമല്ല ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും പേരുണ്ട്. മാത്രമല്ല A&E ഡിപ്പാർട്ട്മെന്റ് എന്നും പേരുണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ട് ഷോർട്ട് ഫോമില് A&E ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഏതൊക്കെ പേരുണ്ട് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, A&E ഡിപ്പാർട്ട്മെന്റ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഏതൊക്കെയാ 4 പേരെന്ന്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ 4 പേരുകൾ ചോദിക്കും. അവിടെ ഇങ്ങനെ സെന്റൻസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. അങ്ങനെയല്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കുക കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് വിവിധങ്ങളായ ഈ പേരുകളൊക്കെ ഉണ്ട്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും ആക്സിഡന്റ്, ചില ഹോസ്പിറ്റൽസിലൊക്കെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലടത്ത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നായിരിക്കും എഴുതി വെച്ചിരിക്കുക, ചിലടത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നായിരിക്കും എഴുതി വെച്ചിരിക്കുക. പിന്നെ A&E ഡിപ്പാർട്ട്മെന്റ് എന്നും അതിന് പേരുണ്ട്. അപ്പൊ ഈ 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്, ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് ഈസ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇൻ വിച്ച് the patients, those who are brought into the hospital by ambulance and also in emergency situations. ഇവിടെ വരുന്ന പേഷ്യൻസ് ഓടിച്ചാടി വരുന്നവരല്ല. ഓടി അങ്ങോട്ട് കയറിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി വരുന്ന കയറ്റിവിടില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനെ അല്ല ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ മിക്കവാറും കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒന്നില്ലെങ്കിൽ ആംബുലൻസിൽ വളരെ എമർജൻസി സിറ്റുവേഷൻസിൽ ഏതെങ്കിലും രീതിയിലായിരിക്കും കൊണ്ടുവരും. ആംബുലൻസിലോ അല്ലെങ്കിൽ ഓൺ പ്രൈവറ്റ് അവരുടെ വാഹനങ്ങളിലോ എന്താ പറയാ എടുത്തുകൊണ്ട് വരുന്നവരായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുക.
ക്ലിയർ ആയോ? നടന്നോ ഇരുന്നോ ഒന്നും വരുന്നവരല്ല. കൂടി എന്താ പറയുക, ഏതെങ്കിലും വാഹനങ്ങളിൽ നമ്മൾ ആംബുലൻസിലാകാം. ഇപ്പൊ ചിലപ്പോൾ ആക്സിഡൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളും ചിലപ്പോൾ ആളുകളൊന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല. അവർക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും വെച്ചിട്ട് പേടിച്ചിട്ടൊക്കെ. പക്ഷെ ഇന്നതൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഹോസ്പിറ്റൽസിലെ ആംബുലൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ അതിലേക്ക് വന്നിട്ട് എടുത്തിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് കൂടുതലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒബ്വിയസ്ലി കയറ്റുന്നത്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൗണ്ട് ദ ക്ലോക്ക് എന്ന് വെച്ചാൽ എന്താ, ഈ ഡിപ്പാർട്ട്മെന്റ് വളരെ എന്താ പറയാ, ഏതെങ്കിലും ഒരു സമയം മുതൽ ഒരു സമയം വരെ അങ്ങനെയില്ല. നമ്മൾ ഒ പി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ സ്പെസിഫിക് ടൈമിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇവിടെ കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൗണ്ട് ദ ക്ലോക്ക്. 24 hours സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഒ പി അടച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്, നമുക്കിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും വയ്യായ്ക്ക് വന്നു, അയ്യോ ഇന്നത്തെ ഒ പി ടൈം കഴിഞ്ഞു, ഇന്നെങ്ങനെ ഇനി ആശുപത്രിയിൽ പോകുമെന്ന് വിചാരിച്ച് വിഷമിക്കലൊന്നുമില്ല. നമ്മൾ പോകും, എവിടെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് കാണും, എന്നിട്ട് ഡ്യൂട്ടി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ 24 hours ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, സേവനം കൊടുക്കുന്നുണ്ട്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഹാവ് ടു ബി എക്വിപ്ഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പക്കല് എന്തുണ്ടായിരിക്കണം, ഏതൊക്കെ എമർജൻസി സിറ്റുവേഷൻസിലാണോ പേഷ്യൻസ് വരാൻ ചാൻസസ് ഉള്ളത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള എല്ലാ എക്വിപ്മെന്റുകളും അവിടെ വേണം. മനസ്സിലായി? ഇപ്പൊ ഒരു കാർഡിയോളജി ഒരു ഹാർട്ട് എന്താ പറയാ, ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് കുഴഞ്ഞു വീണിട്ടോ അങ്ങനെയൊക്കെ വന്ന ഒരാളെ എമർജൻസി സിറ്റുവേഷനിൽ വേഗം ആംബുലൻസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആ ആളുടെ ഹാർട്ടിനെ സ്റ്റേബിൾ ആക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ, എക്വിപ്മെന്റുകൾ ഉണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പ്രസ് ചെയ്ത് ഇങ്ങനെ വിടുന്നത് ഒരു ഭയങ്കര ഇതായിട്ട് നമ്മൾ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഇതിന്റെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പല സാധനങ്ങളും അല്ലെ. അതുപോലുള്ള എക്വിപ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പൊ പോയിസൺ സ്റ്റേജിൽ ആരെങ്കിലും കൊണ്ടുവന്നു, അപ്പൊ അതിൽ നിന്നും ആളെ സ്റ്റേബിൾ ആക്കണം. ഒന്ന് ആ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കണത്. ജീവൻ തിരിച്ചു കിട്ടോ ഇല്ലേ, പോകോ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അവരെ ജീവനെ തിരിച്ച് പിടിക്കാൻ പറ്റുന്ന എക്വിപ്മെന്റ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ അയ്യോ ഇത് കാർഡിയോളജിയിൽ കാണിക്കേണ്ട ആളാണല്ലോ, എമർജൻസിയിൽ എന്താ കൊണ്ടുവന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് അവരെ കൊണ്ടുവരുന്നത് എമർജൻസി സിറ്റുവേഷനിലാണ്. അപ്പൊ എമർജൻസിയെ ഓവർകം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, the patients will be assessed according to their injury. എന്ത് രോഗമാണെന്ന് വേഗം തന്നെ നോക്കി അവർക്ക് ആ എക്യുപ്മെന്റ്സ് എന്താണോ ഉപയോഗിച്ച് അവരൊന്ന് സ്റ്റേബിൾ ആക്കി ആ എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തതിനു ശേഷം then the patients will be sent to the specialized department. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ കൊണ്ടുപോകേണ്ടത് അതനുസരിച്ച് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് ചിലപ്പോ കുഴഞ്ഞു വീണത്, അപ്പോ ആൾക്ക് വേഗം തന്നെ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുമ്പോൾ ആൾക്ക് അവിടെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും, ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ. ആളുടെ ആ ഒരു എന്താ പറയാ ബ്രീത്തിങ് ഒരു കറക്റ്റ് ആക്കി, അല്ലെങ്കിൽ ബ്രീത്തിങ് സ്റ്റേജിലേക്ക് ആളെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആളെ എന്ത് ചെയ്യുന്നു, അതിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നാൽ അവിടെ ആദ്യം തന്നെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ആ ലൈഫ് തിരിച്ചു പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് വിടണം. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും കൊണ്ടുപോകണ്ടേ എന്ന് പറയാമോ നിങ്ങള്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് ഇങ്ങനെ ഏതെങ്കിലും അതെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും കൊണ്ടുപോകുക. അതാണ് പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. ആഫ്റ്റർ അസസിംഗ് ദ ഡിഗ്രി ഓഫ് ദയർ ഇഞ്ചുറി ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ആദ്യമായിട്ട് അവർക്ക് അവരുടെ രോഗം എന്താണെന്ന് നോക്കി അവർക്ക് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് നിർത്തിയതിനു ശേഷം വീട്ടിൽ പൊക്കോന്ന് പറയില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവരെ വേഗം തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏത് ഇതുമായി ബന്ധപ്പെട്ട രോഗമാണോ ആൾക്കെന്ന് നോക്കി ആളെ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും സെന്റൻസുകൾ മനസ്സിലാവാത്തതുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വായിച്ചു നോക്കാട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഈ പറയുമ്പോൾ വായിക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ 2 ക്ലാസ് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കുക. 2 ടീച്ചേഴ്സും എടുക്കുന്നത്. ഞാൻ ഈ സെന്റൻസുകൾ ഇവിടെ ഇരുന്ന് വായിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഇപ്പൊ തന്നെ ഒന്ന് വായിക്കാൻ പറയുന്നത്. 1 മിനിറ്റ് മതി നമ്മളത് വായിക്കാൻ. എന്റെ ഇടയ്ക്ക് ടീച്ചർ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വായിക്കുന്നതായിരിക്കും. ഏത് പറയണം ഷിമ? വൺസ് മോർ പറഞ്ഞല്ലോ, എന്താ പറയേണ്ടത്? ഏതെങ്കിലും പർട്ടിക്കുലർ സെന്റൻസ് ആണോ?
എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എന്താ പറയാ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്നീ 3 പേരുകളിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നുണ്ട്. ഇവിടേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒന്നുകിൽ ആംബുലൻസിലായിരിക്കും മിക്കവാറും ഈ പേഷ്യൻസിനെ ഇവിടെ കൊണ്ടുവരിക. ആൻഡ് ദേ ആർ ഫേസിങ് എമർജൻസി സിറ്റുവേഷൻ. അവർക്ക് ഏറ്റവും എന്താ പറയാ എമർജൻസി എന്ന് പറയുന്ന അത്യാഹിതമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത്തരം പേഷ്യൻസിനെ ഈ പറയുന്ന ആംബുലൻസിൽ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഒരു ദിവസത്തിൽ 24 hours എന്താ പറയാ ഫുള്ളി വർക്കിംഗ് ആണ്. മനസ്സിലായോ? 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻസിനെ എന്താ പറയാ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫുള്ളി എക്യുപ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇനി കൂടാതെ പേഷ്യൻസിനെ നമ്മൾ അവരുടെ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡിസീസ്, അവരുടെ രോഗത്തിന്റെ ആ ഒരു തീവ്രത, അവരുടെ ഇഞ്ചുറിയുടെ മുറിവിന്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കി they will be given immediate treatment. അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. പിന്നീടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനുവേണ്ടി അതിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയോ? കുറച്ചുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ ചോദിച്ച ആൾക്ക് വീണ്ടും ക്ലിയർ ആയോ? പ്ലീസ് ഒന്ന് പറയൂ ആൻസർ. അടുത്തതിലേക്ക് എനിക്ക് എന്നിട്ട് പോണം. ചോദിച്ചാൾ പോയാ? ആരാ ചോദിച്ചത്? ഷിമയാണോ ചോദിച്ചത്? ഷിമയാണ് ചോദിച്ചത്. നൗ കിട്ടിയല്ലോ. യെസ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു ആ ഒരു ടേബിളിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് relates to the problems of our heart. അല്ലെ, നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ ഹാർട്ട് ഓർ സർക്കുലേഷൻ, അതായത് എന്താ പറയാ നമ്മുടെ ഹാർട്ടിലേക്ക് മനുഷ്യ ഹൃദയങ്ങളും മനുഷ്യ ഹൃദയത്തിനകത്തേക്ക് ബ്ലഡ് സർക്കുലേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് എന്നാണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെയാണോ? നെയിം എന്നാണോ സെയിം എന്നാണോ വന്നേക്കണേ? ആ സെന്റൻസിനകത്ത് ഒന്ന് കറക്റ്റ് ചെയ്യണേ. നെയിം എന്നാക്കണത്. ദ ഡിപ്പാർട്ട്മെന്റ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്. ഓക്കെ. അപ്പൊ ബ്ലഡ് സർക്കുലേഷനും ഹ്യൂമൻ ഹാർട്ടിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇനി കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഓർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ഡിസോർഡേഴ്സ് ആൻഡ് ഡിസീസസ് ഓഫ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡറുകള്, ഹാർട്ട് ചിലപ്പോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക, ഹാർട്ടിന് കടന്നു പിടിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും അത്തരം രോഗങ്ങൾ വരാതിരിക്കാനും അതൊക്കെ രോഗം എന്താണെന്ന് നോക്കി കണ്ടെത്താനും ഡയഗ്നോസിസ് ചെയ്യാനും രോഗനിവാരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓരോ സെന്റൻസ് പറയണേ വായിക്കല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളത് തന്നെയാണ് ഞാൻ ഈ അർത്ഥം പറയുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ബോത്ത് പ്രൊവൈഡ്സ് ബോത്ത് ഇൻ പേഷ്യന്റ് സർവീസസ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസസ്. നമുക്ക് അവിടെ കിടന്ന് ചികിത്സിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എല്ലാ ദിവസവും വന്നു പോകുന്ന ആളുകൾക്കും ഈ പറയുന്ന ഹാർട്ട് സംബന്ധ ഇപ്പൊ നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നു, അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു, പരിശോധനകള് ഡോക്ടർ പറയുന്നതനുസരിച്ച് ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ നടത്തുന്നു, തിരിച്ചു വീട്ടിൽ പോകാൻ തന്നെ. ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗം വന്നതുകൊണ്ട് അവിടെ തന്നെ പിടിച്ചൊന്നും കിടത്തൊന്നുമില്ല. അപ്പൊ ഒ പി സർവീസസ് ആൻഡ് ഓൾസോ ഇൻ ഐ പി സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ രണ്ട് രീതിയിലുള്ള സേവനവും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ്, നമ്മളുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു രോഗം എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. ഒരു ബിഗ്ഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് ഏറ്റവും വലുത് ഏതാണ്? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. ഈ കൊറോണറി ആർട്ടറി ഡിസീസസിന് ഒരു എക്സാമ്പിൾ ആണ് ആൻജൈന എന്ന് പറയുന്നത്. Angina is an example for the biggest area of heart disease which is known as coronary artery disease. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ സെന്റൻസുകളിൽ എന്താ പറയാ നമുക്ക് അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഓരോന്നിലും എന്താ പറയാ ചിലതില് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണെങ്കിൽ ഞാൻ അത്
വേണ്ടാന്ന് പറയും. അതല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനുള്ളതാണ്. ഇതിനകത്തൊക്കെ ഓരോ സെന്റൻസിലും എന്താ പറയാ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. കാരണം മെയിൻ കാര്യം മാത്രമേ ഇവർ തന്നിട്ടുള്ളൂ. വലിച്ചു വാരിയൊന്നും കുറേയൊന്നും എഴുതി വെച്ചിട്ടില്ല എന്ന്. ക്ലിയർ? മനസ്സിലായോ? ഒരുപാട് വലിച്ചു വാരി എഴുതിയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇതിൽ നിന്ന് ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് തരാൻ മാത്രം അത്രയും എന്താ പറയാ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അല്ലാത്ത സ്ഥലത്ത് ഞാൻ പറയും കേട്ടോ, അണ്ടർലൈൻ ചെയ്യാൻ പറയും, അത് തരാം. ഇന്നത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്യാൻ തരാം. ഇപ്പൊ തൽക്കാലം അതൊന്നും അതിനകത്തൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ നിങ്ങൾ നന്നായി പഠിക്കേണ്ടതായതുകൊണ്ടാണ് ഇന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നു പറയാത്തത്. ക്ലിയർ? മനസ്സിലായല്ലോ? വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിക്കും. പേടിക്കണ്ട, ഇതൊക്കെ സിമ്പിൾ സാധനമല്ലേ, ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കാരണം തന്നെയല്ല, ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗും ആണ്. ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകള്, ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഏതൊക്കെ രോഗത്തിന് ചികിത്സ കൊടുക്കുന്നു, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഈഗറായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ പഠിക്കണം. ആകാംക്ഷയോടെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കും. ഓക്കെ, അപ്പൊ ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ആൻജൈന. ലെറ്റ്സ് സീ വാട്ട് ഈസ് ആൻജൈന. ആൻജൈന എന്താണെന്നൊന്നും നമുക്ക് പഠിക്കാനൊന്നും ഇല്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം എന്താണ് ആൻജൈന എന്ന് പറയുന്നത്. ഈ ആൻജൈന എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചെസ്റ്റ് പെയിൻ വിച്ച് സ്പ്രെഡ്സ് ടു അവർ ഷോൾഡർ ആൻഡ് ഓൾസോ ടു നെക്ക്. അതായത് ഡ്യൂ ടു എന്താ പറയാ adequate flow of blood to our heart. നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് ഫ്ലോ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു തരം നെഞ്ചുവേദന. ഈ നെഞ്ചുവേദന ഇപ്പൊ നമ്മൾ പറയില്ലേ, ചില ആളുകൾക്ക് നെഞ്ചുവേദന വന്നു, അപ്പൊ നമ്മൾ ഗ്യാസിന്റെ അത് വിചാരിച്ചു അല്ലെ, ഗ്യാസിന്റെ അത് വിചാരിച്ചു അങ്ങനെ ഇരുന്നു, പക്ഷെ അത് വേറെ ആയിരുന്നു, ആള് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരിച്ചുപോയി. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും ചിലപ്പോ നെഞ്ചുവേദന വരുമ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടോ ഓഡിയോയിലോ വീഡിയോയിലോ ക്യാമറയില്? ഇല്ലല്ലോ. ഇടയ്ക്ക് ഇവിടെ ചക്കാവുണ്ട് ഞാൻ തന്നെ, അതുകൊണ്ടാ ചോദിക്കണേ. ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ? ഹലോ, ഈ സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു ഇടയ്ക്ക് ടീച്ചർമാർ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കയറിയിട്ട് ഇതുവരെ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് എനിക്ക് സ്റ്റക്കാകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഞാൻ കയറിയപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല 2 ദിവസവും. പക്ഷെ വേറെ ടീച്ചേഴ്സ് കയറിയപ്പോ ഇടയ്ക്ക് സ്റ്റാർട്ട് ആവണമെന്ന് പറഞ്ഞിട്ട് അവര് നമ്മുടെ ടെക്നീഷ്യനെ വിളിക്കാറുണ്ടേ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ചെസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു തരം പെയിൻ, അതായത് ഈ നമ്മളുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പമ്പിങ്ങിനകത്ത് ആഡക്വേറ്റഡ് ആവശ്യത്തിന് പമ്പിങ് നടക്കാതെ വരും. ഒരു പ്രത്യേക രീതിയിലാണ് പമ്പിങ് നടക്കുന്നത്. ആ ഒഴുക്കിന് അല്ലെങ്കിൽ ആ ഫ്ലോക്ക് ഏതെങ്കിലും തരത്തില് തടസ്സങ്ങൾ നേരിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പൊ ഒരു ഇതിലേക്ക് കൂടി എന്താ പറയാ കൃത്യമായിട്ട് എന്തെങ്കിലും ഒഴുകുന്നു, പക്ഷെ അത് തടസ്സം വന്നതുപോലെ ഒഴുകുന്നു, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ തടസ്സം വന്നതുപോലെ ഒഴുകുമ്പോൾ നമുക്ക് ഫീൽ പെയിൻ, നമുക്ക് ചെസ്റ്റ് പെയിൻ വരും. പക്ഷെ ഈ നെഞ്ചുവേദനയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് വിൽ സ്പ്രെഡ് ടു അവർ ഷോൾഡേഴ്സ് ആൻഡ് ഓൾസോ ടു ദ നെക്ക്. ഈ നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തുണ്ടും അതുപോലെ തന്നെ ഈ ഷോൾഡേഴ്സിലേക്കും ഈ വേദന അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ്സ് വാട്ട് ഈസ് കോൾഡ് ആൻജൈന. അത്തരം ഒരു വേദന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൻജൈന എന്ന് വിളിക്കുക. അപ്പോ എന്താ പറയാ, ഈ നെഞ്ചുവേദന വരുമ്പോ നമ്മൾ വി ഹാവ് ടു ഫീൽ, നമുക്കത് മനസ്സിലാക്കണം. എന്ത് ആ വേദന ഇങ്ങനെ എവിടേക്ക് ഷോൾഡറിലേക്കോ നെക്കിലേക്കോ ഒക്കെ സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന്. ആ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ സാധാരണ നെഞ്ചുവേദന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാസ് ഒക്കെ വരുമ്പോൾ ചിലർക്ക് നെഞ്ചുവേദന വരും അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഉള്ളതാണോ അല്ലെങ്കിൽ മറ്റു രീതിയിലാണോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ബെറ്റർ ടു കൺസൾട്ട് ഡോക്ടർ. നമുക്കത് മനസ്സിലാകുന്നില്ല, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ നെഞ്ചുവേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത അതാണ് നമ്മളുടെ എന്താ പറയാ ആൻജൈന. ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു തരം, നമുക്കറിയാം ഇന്നത്തെ ഒരു അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് കൊറോണയൊക്കെ വന്നതിന് ശേഷമൊക്കെ ഒരുപാട് ഹാർട്ട് അറ്റാക്സ് വന്നവരുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെതായ ചില എന്താ പറയാ ബാഡ് അഡ്വേഴ്സ് ഇഫക്റ്റ് കൊണ്ട് പൊരുതുന്നവരുണ്ട്. രോഗം വന്ന് ബ്ലോക്ക് വന്നവരോ അല്ല അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ ഈ ഒരു വൈഡ് റേഞ്ച് തന്നെ കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ്. അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ആൻജൈന.
ഈ ആൻജൈന എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ ഞാൻ അതൊന്ന് ചെറിയ ഷോർട്ട് നോട്ട് പോലെ എഴുതി തരാം. അത് ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് കേട്ടോ, ലാസ്റ്റ് എഴുതി തരാം. ഇനി ഈ പറയുന്ന ആൻജൈന, ഈ ആൻജൈന വരാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു adequate flow of blood to the heart ഇല്ലാത്തത് കൊണ്ടാണ്, ആവശ്യത്തിന് ബ്ലഡ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട്. വൈ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? ഇനി അങ്ങനെ ബ്ലഡ് എന്തുകൊണ്ട് സർക്കുലേറ്റ് ചെയ്ത് അല്ലെ ഹാർട്ടിലേക്ക് അങ്ങനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നില്ല? മേ ബി അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടിലേക്ക് എന്താ പറയാ ബ്ലഡ് വഹിച്ചുകൊണ്ട് പോകുന്ന ആർട്ടറീസ് ഉണ്ട്, ധമനികള്, രക്തധമനികൾ അല്ലെ രക്തക്കൊഴലുകളൊക്കെ ഇല്ലേ, ഇതിന്റെ ചുറ്റിലും ഉള്ളില് ഇന്നർ എന്താ പറയാ ലെയറിനകത്ത് പലതരത്തിലുള്ള പ്ലാക്സ് വന്ന് എന്ത് ചെയ്യും, ബിൽഡപ്പ് ചെയ്യും. പ്ലാക്സ് കേട്ടോ, പ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡെന്റൽ പ്ലാക്ക് കേട്ടോ, ഡെന്റൽ പ്ലാക്സും ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഈ ഭിത്തികളില് എന്താ പറയാ ഇതുപോലുള്ള പ്ലാക്സ് വന്ന് അടിഞ്ഞുകൂടാറുണ്ട്. ഈ പ്ലാക്സ് എന്ന് പറയുന്നത് ഡെന്റൽ പ്ലാക്സ് നമ്മൾ കണ്ടിട്ട് കൊച്ചുകുട്ടികളൊക്കെ നന്നായി പ്രോപ്പറായിട്ട്, കൊച്ചുകുട്ടികൾ മാത്രമല്ല വലിയവരൊക്കെ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തില്ല എങ്കിൽ ഒരു ചെറിയ ഒരു പെയിൽ യെല്ലോ കളർ ഒരു സബ്സ്റ്റൻസ് വന്ന് നമ്മളുടെ പല്ലിന്റെ ഈ എന്താ പറയുക ഗ്യാപ്പുള്ളവർക്കൊക്കെ ഇങ്ങനെ വന്ന് ബിൽഡപ്പ് ചെയ്യും. കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളത് കൂടുതൽ അങ്ങനെ വരുമ്പോ കുട്ടികളൊക്കെ നമ്മൾ ഡോക്ടേഴ്സിന്റെ ഡെന്റിസ്റ്റിന്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കും. അവര് കറക്റ്റ് ആയിട്ട് കാണിച്ചു അതിങ്ങനെ അവര് അവരുടെ മെഷീൻ വെച്ച് ഇങ്ങനെ എന്താ പറയാ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോ എന്താണ് ഇതിങ്ങനെ പുറത്തേക്ക് ഇളകിളകി കൃത്യമായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഒരു പെയിൽ യെല്ലോ, ലൈറ്റ് യെല്ലോ കളറ് ഒരു സബ്സ്റ്റൻസ് ആണ്. അതിങ്ങനെ കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. പൊടിഞ്ഞു പൊടിഞ്ഞു വരും. നമ്മുടെ സിമെന്റ് ഒക്കെ ഇളകി വരുന്നത് പോലെ പൊടിഞ്ഞു വരും. എന്നിട്ട് ആ സാധനം ഇത് ഇങ്ങനെ വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ പല്ലിന്റെ ഇടയിൽ വരുന്ന പ്ലാക്സ് ആണ്. മനസ്സിലായത്? അതിന് ഡെന്റൽ പ്ലാക്സ് വിളിക്കുന്നത്. പ്ലാക്ക്, PLAQUES, പ്ലാക്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി ലൈക്ക് വൈസ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് പോകുന്ന ഈ ഫ്ലോ ചെയ്യുന്ന ഭിത്തിയിലും ഇതുപോലെയുള്ള പ്ലാക്സ് വന്നുവിടും. ഇതെന്തിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ ശരീരത്തില് എന്താ പറയാ മോർ ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇതൊക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഉണ്ടാകുന്ന അമിതമാകുന്ന കൊളസ്ട്രോളും ഫാറ്റും ഒക്കെ കൂടിയാണ് വന്ന് ഈ പറയുന്ന ഭിത്തിയിൽ അടിഞ്ഞുകൂടുക. അടിഞ്ഞുകൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? നമ്മുടെ വീടുകളിൽ നമ്മള് പല സ്ഥലത്തും കിച്ചണിലും വാഷ്റൂമിലും ഒക്കെ എന്താ പറയാ പൈപ്പ് ഉണ്ട്, വെള്ളം വരുന്ന പൈപ്പ്, വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പും ഉണ്ട്, വെള്ളം നമുക്ക് കിട്ടുന്ന പൈപ്പും ഉണ്ട് അല്ലെ. പുറത്തേക്ക് പോകാനുള്ള കുഴലുകളുണ്ട്. ഈ പുറത്തേക്ക് പോകാനുള്ള കുഴലുകളിലൂടെ നമുക്കറിയാം നമ്മൾ കഴുകി താഴേക്ക് വീഴുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ പുറത്ത് കുഴലൂടി പോകും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ അഴുക്കൊക്കെ ഇങ്ങനെ ഒഴുകി പോകും. പക്ഷെ എല്ലാം ക്ലിയർ ആയി പോകില്ല. ചിലപ്പോഴൊക്കെ ചില സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ തങ്ങിക്കും. അവിടെ ഇവിടെയൊക്കെ തങ്ങിക്കുമ്പോൾ എന്ത് വെച്ചു പിന്നെ വരുന്ന വേസ്റ്റുകളെല്ലാം ഇതിന്റെ അടുത്ത് വന്നിങ്ങനെ പതുക്കെ തങ്ങാൻ തുടങ്ങും. സോ എന്ത് പറ്റും? ആ തങ്ങലുകൾ ഇങ്ങനെ കുറഞ്ഞ് എന്താ പറയാ നമ്മളുടെ പൈപ്പിന്റെ ആ ഒരു റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്ററിനെ കുറയ്ക്കും. കാരണം നേരത്തെ ഒരെണ്ണം വന്ന് തങ്ങി, അപ്പൊ പിന്നാലെ വന്നത് അവിടെ തങ്ങി ഇവിടത്തെ ഈ ഡയമീറ്റർ ഇല്ലേ അതിന്റെ വ്യാസം, പൈപ്പിന്റെ വ്യാസം, ആ ഹോള് അതിങ്ങനെ അടഞ്ഞ് അതിനകത്തേക്ക് കൂടി വരാൻ പറ്റാതെ പോകും. അപ്പൊ വെള്ളം ഇച്ചിരി പതിഞ്ഞേ പുറത്തേക്ക് പോകുള്ളൂ. എവിടേക്കാണോ നമ്മള് ഡ്രെയിനേജ് വെച്ചേക്കണം അവിടേക്ക് പതിഞ്ഞേ പോകുള്ളൂ വെള്ളം. അപ്പൊ എന്ത് പറ്റും? ചിലപ്പോ ഈ വെള്ളം വേസ്റ്റ് വെള്ളം പുറത്തേക്ക് തന്നെ പോകും. അതന്നെ മുകളിലേക്ക് തന്നെ വരും. മനസ്സിലായോ? അപ്പൊ അത് മുകളിലേക്ക് പൊങ്ങി വരും. നമ്മൾ കഴുകുന്ന ചിലപ്പോൾ വാഷ് ബേസിന്റെ അവിടേക്കൊക്കെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പൊങ്ങി വരാൻ സാധ്യതകളുണ്ട്. അവിടേക്ക് പോകാൻ പറ്റണില്ലെങ്കിൽ അപ്പൊ ഇങ്ങോട്ടേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ എന്താ പറയാ അതിങ്ങനെ പതുക്കെ ചിലപ്പോൾ കുറേശ്ശെ അതിന്റെ വ്യാസം കുറേശ്ശെ ആയിട്ട് മാത്രമേ വെള്ളം പോകുന്നത്. നേരത്തെയുള്ള പോലെ ആ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോയിൽ അങ്ങോട്ട് പോകില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഈ പറയുന്ന ആർട്ടറീസിന്റെ ഭിത്തിയിലും ഇതുപോലെയുള്ള ഫാറ്റ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആവശ്യത്തിനെ നമുക്ക് ഇതെല്ലാം എന്ത് സാധനവും നമ്മുടെ ശരീരത്തില് വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, കൊളസ്ട്രോൾ എവറിത്തിങ് ഈസ് നീഡഡ്, എല്ലാം വേണം. പക്ഷെ ഇൻ ഇറ്റ്സ് ആവറേജ് ലെവൽ, അതിൻ്റെതായ ആ ഒരു മാർജിനിലാണ് നിൽക്കേണ്ടത്, ആ ഒരു അതിർത്തിയില് അത്രയും പാടുള്ളൂ. അതെല്ലാം കൂടുതലായി കഴിയുമ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ബിൽഡപ്പ് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കും. മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം കെട്ടി അതൊരു സബ്സ്റ്റൻസ് പോലെ അവിടെയും ഫോം ചെയ്യും. അതാണ് നമ്മളുടെ ഇങ്ങനെയുള്ള പ്ലാക്സ്. ഇത് നമ്മുടെ ഹാർട്ടിന്റെ ഭിത്തിയിലെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ്സ് ബിൽഡപ്പ് ചെയ്യുന്ന പ്ലാക്കുകൾ. ഇത് ഇങ്ങനെ കൂടി വരുമ്പോൾ എന്ത് വെച്ചും നമ്മളുടെ ബ്ലഡിന് പോകാനുള്ള വഴി അങ്ങോട്ട് കുറച്ച് വിടും. അപ്പൊ അത് പതുങ്ങി ഭയങ്കര കഷ്ടപ്പെട്ടു പോകും. ആ കഷ്ടപ്പാടാണ് ഇവിടെ വേദനയായിട്ട് നമുക്ക്
അനുഭവപ്പെടുക. സോ വി ക്യാൻ റിമൂവ് ദിസ് പ്ലാഗ്സ്. ഇങ്ങനെ ഈ പറയുന്ന അഞ്ജൈന പോലെയുള്ള രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ, അത് നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്താൽ, ഇങ്ങനെയാണ് നമ്മുടെ ഇത് ബ്ലഡ് ഫ്ലോ ശരിയാകാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ വരുന്നത് എന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ, വിച്ച് ഇസ് കോൾഡ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റണം. ആ രോഗം മാറ്റാതെ ബ്ലഡ് മര്യാദയ്ക്ക് പോവുക, ഇനി അങ്ങനെ ഇല്ലാണ്ടായി കുഞ്ഞിതായിട്ട് പോയി അവസാനം ഒഴുക്ക് ഒട്ടും തന്നെ പോകാതെ മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലോക്ക് ആയി പോകും. മനസ്സിലായോ? അങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്സ്. അതൊക്കെ ഹാർട്ട് അറ്റാക്സിലേക്ക് നയിക്കും. അപ്പൊ അത് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയാൽ നമുക്ക് ബ്ലോക്കുകളൊക്കെ മാറ്റാം. ബ്ലോക്സ് മാറ്റുന്ന ഒരു രീതി കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ആർട്ടറീസിലൊക്കെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഈ പ്ലാക്സിനെയൊക്കെ റിമൂവ് ചെയ്യും. അത് ഇങ്ങനെ റിമൂവ് ചെയ്ത് സർജറിയിലൂടെ ഒക്കെ റിമൂവ് ചെയ്ത് ആ ഫ്ലോ കറക്റ്റ് ആക്കും. ഇതിനെ ബ്ലഡിനെ നല്ല രീതിയിൽ കൺവീനിയന്റ് ആകുന്ന രീതിയിൽ, സൗകര്യപ്രദമായ രീതിയിൽ ബ്ലഡ് അങ്ങനെ ഒഴുകി അങ്ങനെ പൊക്കോട്ടെ ഹാർട്ടിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ സർജിക്കൽ രീതിയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആൻജൈന എന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? അത് എഴുതി തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് മനസ്സിലായി എന്ന് പറയണം. Is it clear? Okay. So cardiac vascular surgery എന്ന് പറയുന്നതും അതുപോലെ തന്നെ എല്ലാ എന്താ പറയാ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറി, ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന സർജറി, ഓൾ ദീസ് ആർ ഡൺ ത്രൂ കാർഡിയോവാസ്കുലർ സർജറി. ഇനി കാർഡിയോവാസ്കുലർ സർജറിയും നൽകുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അത് കൊടുക്കുന്നത്. കാർഡിയോളജിയിൽ തന്നെയാണ് ഏത് തരത്തിലുള്ള ഹാർട്ടിന്റെ സർജറിയും ബ്ലഡ് വെസൽസിന്റെ സർജറിയും ഒക്കെ കാർഡിയോവാസ്കുലർ സർജറിയിൽ ഡീൽ ചെയ്യും. ക്ലിയർ? ആ ഒറ്റ പാരഗ്രാഫ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്കിപ്പോ ആ ഒരു ആൻജൈന എന്താണെന്ന് നിങ്ങൾക്കൊന്ന് എഴുതി തരണം. അതിനു വേണ്ടിയിട്ട് ആൻജൈന പോലുള്ള രോഗങ്ങൾ മാറ്റാനാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, CABG. അതിന്റെ ഷോർട്ട് ഫോം നമ്മുടെ സൈഡിൽ എഴുതി വെച്ചോട്ടാ. CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. പിന്നെ അതിന് തൊട്ട് മുന്നേ കൊറോണറി ആർട്ടറി ഡിസീസ് CAD, അതും ഷോർട്ട് ഫോം ഒന്ന് എഴുതി വെക്കണേ. അതിന്റെ അടുത്ത് എഴുതി വെച്ചാൽ മതി നിങ്ങൾ. CAD കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസിന്റെ എക്സാമ്പിൾ ആൻജൈന. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആൻജൈനയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഇത്രയും മനസ്സിലായോ? കാർഡിയോളജിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് ഞാൻ നീങ്ങിയിട്ടില്ല. ചെറിയൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ആൻജൈന എന്താന്ന് ഒന്ന് എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് മെറ്റീരിയൽ ആണോ അവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. CADയും CABGയും മറക്കരുത്. ഷോർട്ട് ഫോമും അതിന്റെ ഫുൾ ഫോമും പഠിക്കാൻ മറക്കരുത്. അതൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് പരീക്ഷകൾക്ക്. ആൻജൈന എന്താന്ന് എഴുതുക. Angina is the chest pain which spreads to the shoulders, and neck, 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 due to inadequate ഒറ്റ വേർഡാണ്, രണ്ട് വേർഡല്ല. inadequate എന്ന് പറഞ്ഞാൽ adequate ഓപ്പോസിറ്റ് INADEQUATE, inadequate flow of blood to heart. Inadequate flow of blood to heart. കിട്ടിയോ? മനസ്സിലായോ? എനി ഡൗട്ട്? ഇവിടെ വരെ കാർഡിയോളജിയുടെ ഇത്രയും ഭാഗം ഓക്കെ. ദെൻ ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പൊ നമുക്ക് ഇതിനകത്തും ഈ പറയുന്ന പോലെ ഈ എല്ലാ സെന്റൻസുകളും ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ പഠിച്ചത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റും പിന്നെ OPD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. OPD-യിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതും ഈ 3 കാര്യമാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിച്ചേക്കണേ. അപ്പൊ അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. 3 ഡിപ്പാർട്ട്മെന്റേ നമ്മൾ ഇന്ന് ആകെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഏതാ ഇതിന്റെ കാർഡിയാക് സർജറി. ഇനി കാർഡിയാക് സർജറിയിൽ വീണ്ടും ഒരുപാട് സർജറി പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ബൈപ്പാസ് സർജറി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയേഴ്സ്, നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ പല വാൽവുകളൊക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ റിപ്പയർ ചെയ്യും, ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി സ്ഥാപിക്കുക, വേറെ എടുത്ത് വെക്കുക. ഓക്കെ അല്ലെ? പിന്നെ മാത്രമല്ല കോൺജെനിറ്റൽ ഡിഫെക്ട്സ്, അതിന്റെ സർജറി. കോൺജെനിറ്റൽ ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ, ജനിക്കുമ്പോ തന്നെ ഉണ്ടാകുന്ന ചില രോഗങ്ങളില്ലേ, ഹൃദയ സംബന്ധമായിട്ടുള്ള ജന്മന ഉണ്ടാകുന്ന രോഗങ്ങൾ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ജനനത്തിൽ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഹാർട്ട് പ്രോബ്ലംസ്. അപ്പൊ അതൊക്കെ ജനിച്ചു കഴിഞ്ഞു ഇത്ര വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് അത്തരം അതിന്റെയൊക്കെ സർജറി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജനിച്ചപ്പോഴേ ആ കുട്ടികൾക്ക് അങ്ങനത്തെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആഫ്റ്റർ എ പർട്ടിക്കുലർ ഏജ്, ഇത്ര വയസ്സാകുമ്പോൾ, ചിലപ്പോൾ 3 വയസ്സാകാം, 2 വയസ്സ്, 5 വയസ്സൊക്കെ, അപ്പൊ ആ ഒരു ഏജിൽ, അത് ഡോക്ടേഴ്സിനാണ് അവർക്ക് അത് നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹൗ ഓർ വെൻ ദേ വിൽ ബി പ്രിപ്പയർഡ് ടു മേക്ക് സർജറി. ആ ഒരു സർജറി നടത്താൻ അവർക്ക് എപ്പോഴാണ് ആ കുട്ടിയുടെ ശരീരവും ഇതൊക്കെ പാകമാകുക, ആ സമയത്തായിരിക്കും നടത്തുക. അപ്പൊ അങ്ങനെയുള്ള കോൺജെനിറ്റൽ ഒറ്റ വാക്ക് പറയാം, ജന്മനാ ഉള്ള രോഗങ്ങൾ കേട്ടോ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വാസ്കുലർ ഡിസീസസ്, ഇത് അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും നമ്മുടെ കാർഡിയാക് സർജറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് വൺ മോർ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പേസ് മേക്കർ ട്രീറ്റ്മെന്റ്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മളുടെ ഹാർട്ട് ഒരു പ്രത്യേക ആവറേജിലാണ്, ഇത്ര എണ്ണം അല്ലെ, ഇത്ര മിനിറ്റിൽ ഇത്ര എണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ വെൻ ഇറ്റ് ഈസ് ഗോയിങ് ബിലോ ദാറ്റ് പർട്ടിക്കുലർ റേഞ്ച്, ആ ഒരു റേഞ്ചിന് താഴെ പോകുക, ചിലരുടെ ഹൃദയമിടിപ്പിന്റെ ആ ഒരു താളവില്ലേ കുറഞ്ഞു പോകുക. അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് വളരെയധികം കുറഞ്ഞു ചില ആളുകളിൽ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ചികിത്സ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഡോക്ടേഴ്സിന് മനസ്സിലാവും, അവരുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ താഴേക്ക് പോകാനുള്ള ടെൻഡൻസി ഇടയ്ക്കിടയ്ക്കുണ്ട്. സോ ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഒരു രീതിയാണ് ഈ പറയുന്ന ഹാർട്ട് ബീറ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കറക്റ്റ് പേസിൽ എത്തിക്കാൻ, കറക്റ്റ് എണ്ണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു ചെറിയ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഒരു ഡിവൈസ്, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ഇവിടെ വെക്കലാണ്. എവിടെ? നമ്മുടെ ഈ തൊണ്ടയുടെ കൊലക്കിന്റെ താഴെയുള്ള, നെക്കിന്റെ താഴെയുള്ള അവിടുത്തെ സ്കിന്ന് ജസ്റ്റ് ഒന്ന്, സ്കിൻ മാത്രമാണ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ അടിയിലാണ് ഈ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവിടെ വെക്കും. അപ്പൊ whenever our heartbeat goes below, ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് താഴ്ന്നു പോകുമ്പോൾ ആ ഹാർട്ടിൽ നിന്ന് ഒരു സിഗ്നല് ഈ ഇതിനകത്തേക്ക് എത്തും. ഇത് ഒരു സിഗ്നൽ പുറപ്പെടുവിക്കും. ആ സിഗ്നൽ റിസീവ് ചെയ്യുന്ന പേസ് മേക്കർ ആ ഹാർട്ടിന്റെ ബീറ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ, ഹാർട്ട് ബീറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ചെറിയ ബാറ്ററി ലൈക്ക് ആയിട്ട്, ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തരം ഇൻസ്ട്രുമെന്റ് ആണ്, എക്യുപ്മെന്റ് ആണ് എന്ന് ഓർക്കുക. അത് ഇംപ്ലാന്റ് ചെയ്യുന്നതും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ഓൾസോ ദ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും മയോകാർഡിയൽ ഇൻഫാക്ഷൻ? എനിബഡി? സമയം കഴിഞ്ഞു നമ്മുടെ. വേറെ ക്ലാസ് ആർക്കെങ്കിലും അറിയോ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് അറ്റാക്കിനെയാണ് ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വിളിക്കുക. ഹാർട്ട് അറ്റാക്ക് ഇല്ലേ, നമ്മള് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ഡോക്ടേഴ്സിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജിയിൽ അത് പറയുന്നത്, അവർ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്നല്ല, അവർ ഉപയോഗിക്കുന്ന അവരുടേതായ മെഡിക്കൽ ലാംഗ്വേജിൽ, മെഡിക്കൽ ടെർമിനോളജി നമുക്ക് ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ഹാർട്ട് അറ്റാക്കിന് പറയുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അത് നമ്മുടെ എഴുതി വെച്ചേക്കാം കേട്ടാ. മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ അടിയിൽ ഒന്ന് ഒരു വരച്ചിട്ട് ഹാർട്ട് അറ്റാക്സ് എന്ന് എഴുതി വെക്കാം. ക്ലിയർ ആയോ? ഇത്രയും വരെ മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ആ 2ാമത്തെ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി പറയാം. അതർവൈസ് നമുക്ക് ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സി യു, ബൈ. താങ്ക് യു.